ഭ്രാന്തന്റെ പ്രണയം ആൻ അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം 49. മാളുവിന് തന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് വിനോദിന് മനസ്സിലായി. അവൻ പുഞ്ചിരിയോടെ അവളുടെ കവിളിൽ പിച്ചിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് ചാഞ്ഞു വന്നു. മാളു വെപ്രാളത്തോടെ സ്വയം അറിയാതെ ചുണ്ടുകൾ മറച്ചു പിടിക്കാൻ എന്ന പോലെ കടിച്ചു പിടിച്ചതും അവന് ചിരി വന്നുപോയി. അയ്യടി, ഉമ്മ വെക്കാനല്ല, കള്ളി കൊള്ളാലോ നീ. അവൻ കളിയാക്കിയതും മാളു അല്ലേ എന്നൊരു നോട്ടം അവനെ നോക്കി. പിന്നെ ചമ്മിയൊരു ചിരിയും. ഈയൊരു കാര്യം മാത്രമേ നിനക്ക് ചിന്തയുള്ളൂ എൻ്റെ മാളൂട്ട. ഉമ്മയൊക്കെ പിന്നെയും തരാലോ, എവിടെ വേണേലും തരാം. ഇത് പക്ഷെ അതല്ലാന്നേ. അവൻ ഒറ്റ കണ്ണിറുക്കി രഹസ്യം പോലെ പറഞ്ഞതും വിറച്ചുപോയത് മാളുവിൻ്റെ നെഞ്ചാണ്. എന്താ? അവൾ വിക്കി. ആന്നേ ഉമ്മ അതെവിടെ വേണേലും തരാന്ന് പറഞ്ഞതാ. പക്ഷേ ഇപ്പോഴല്ല, സമയമുണ്ടല്ലോ. അപ്പോ നീ ചോദിക്കാതെ തന്നെ തന്നോളാം ഞാൻ. ഒടുക്കം ഒന്ന് അടങ്ങ് ഉണ്ണിയേട്ടാന്ന് പറയേണ്ട സ്ഥിതി വരും നിനക്ക്. വിനോദ് വല്ലാത്തൊരു ശബ്ദത്തോടെ പറഞ്ഞതും അവനെ പ്രണയത്തോടെ നോക്കുന്നവളുടെ മിഴികൾ പിടഞ്ഞു. എൻ്റെ ഭ്രാന്ത് മാത്രല്ലേ എൻ്റെ ഭാര്യ കണ്ടിട്ടുള്ളൂ, പ്രണയം കണ്ടിട്ടില്ലല്ലോ. കാണിച്ചു തരുന്നുണ്ട് ഞാൻ. അവൻ അവളുടെ ചെവിയിൽ ചുണ്ടുരസി. ഓ ഉണ്ണിയേട്ടാ. മാളു ചിണുങ്ങി. അത്രയും നേരം കുറുമ്പോടെ സംസാരിച്ചവന്റെ കുറുമ്പ് പെട്ടെന്ന് നിന്നുപോയി. വിറയലോടെ അവളിൽ നിന്ന് മുഖമുയർത്തുമ്പോൾ അവന്റെ മുഖത്ത് എന്തോ ഒരു വെപ്രാളം. അവളുടെ ചിണുക്കത്തോടെയുള്ള ഉണ്ണിയേട്ട എന്ന വിളിയിൽ വേണ്ടാത്ത എന്തൊക്കെയോ സ്വപ്നം കണ്ട നിമിഷങ്ങൾ അവനുള്ളിലേക്ക് കടന്നു വന്നു. അവൻ മാളുവിനെ നോക്കി ഉമിനീർ ഇറക്കിപ്പോയി. ഇങ്ങനെ ചിണുങ്ങി എങ്ങിയൊന്നും എന്നെ ഉണ്ണിയേട്ടാന്ന് വിളിക്കില്ലെന്ന് ഈ പെണ്ണിനോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ. മനുഷ്യനിവിടെ കണ്ട സ്വപ്നം മറക്കാൻ ശ്രമിക്കുമ്പോൾ പെണ്ണുതോ തുണിയില്ലാതെ മുന്നിൽ വന്ന് കിടക്കുന്നു. വിനോദ് ദയനീയമായി മനസ്സിൽ പറഞ്ഞ് തലയൊന്ന് കുടഞ്ഞുപോയി. ഇതൊരു നടക്ക് പോവൂല, അവൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. എന്താ ഉണ്ണിയേട്ടാ? അവന്റെ മുഖം കണ്ട് അവൾക്ക് സംശയം. ഒന്നുമില്ല, തുണി ഉടുക്കാൻ പറഞ്ഞതാ. അവൻ അറിയാതെ പറഞ്ഞുപോയി. ആരോട്? മാളു അമ്പരന്നു. വിനോദ് അവളെ നോക്കി ഇളിച്ചു കൊടുത്തു. അല്ലാതെ എന്തു പറയാനാ? പറഞ്ഞാ എന്തൊക്കെ പറയണം. വേണ്ട, ഞാനൊന്നും കണ്ടിട്ടില്ല, അങ്ങനെ മതി. അവൻ പതിയെ പിറുപിറുത്തു. ഉണ്ണിയേട്ടാ? മാളു വീണ്ടും വിളിച്ചു. അല്ല അല്ല മാളു, എനിക്ക് തുണി അല്ല, ഷർട്ട് വേറെ വാങ്ങിക്കണമെന്ന് പറഞ്ഞതാ. ആ അത് വിട്. നിനക്ക് വേറെന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടോ? അവൻ ചോദിച്ചതും അവള് പെട്ടെന്ന് തന്നെ ഉണ്ട് എന്ന് തലയാട്ടി. എന്താ? അത് ഉണ്ണിയേട്ടാ, എന്നെ റൂമിൽ ആരും പറഞ്ഞിട്ടല്ല ഞാൻ നിന്നെ ഈ റൂമിൽ കൊണ്ടുവന്ന് കിടത്തിയത് മാളു. എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാ. ഇനി അതാലോചിച്ച് സങ്കടപ്പെടണ്ടാട്ടോ. അവള് പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൻ പറഞ്ഞപ്പോൾ അവള് വിടർന്ന കണ്ണോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. അതേടാ, ഞാൻ എൻ്റെ ഇഷ്ടത്തിനാ മോളെ ഈ റൂമിലേക്ക് കൊണ്ടുവന്നേ. ഇനിയൊന്നും മാളു ഈ റൂമിൽ തന്നെ കിടക്കണം കേട്ടോ, അവൻ പതിയെ പറഞ്ഞു. അവള് നിറഞ്ഞ കണ്ണോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ? അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവൻ ആകുലതയോടെ ചോദിച്ചു. ഉണ്ണിയേട്ടനെ സ്നേഹിക്കാൻ പറ്റുമോ? അവൾ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു. അവൻ വാത്സല്യത്തോടെ അവളെ നോക്കി. എനിക്ക് നിന്നെ ഇഷ്ടമല്ലാന്ന് തോന്നിയോ നിനക്ക്? അവൻ ഇടർച്ചയോടെ ചോദിച്ചു. ഇഷ്ടമാളൂ എനിക്ക് നിന്നെ, ഒരുപാട് ഇഷ്ടം ഉണ്ണിയേട്ടന്. പ്രണയ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി സമയം തരൂ എൻ്റെ മോള്. അവൻ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ അവള് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. ഉണ്ണിയേട്ടന് ഗായുനെ മറക്കാൻ ഒരിക്കലും കഴിയില്ല മാളൂട്ടാ. പക്ഷേ അവളുടെ സ്ഥാനത്തല്ല, അതിനേക്കാൾ മുകളിൽ ഉണ്ണിയേട്ടൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ കഴിയും. എന്നിലെ ഭ്രാന്തനെ പോലും പ്രണയിച്ച നിന്നെ എനിക്ക് എങ്ങനെയാ സ്നേഹിക്കാതിരിക്കാൻ കഴിയുമാളൂ? പക്ഷേ അവൻ പറഞ്ഞു വന്നത് നിർത്തിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. പക്ഷേ അവൾ നിറഞ്ഞ കണ്ണോടെ ആകാംക്ഷയിൽ അവനോട് ചോദിച്ചു. പക്ഷേ നിന്നെ എല്ലാ അർത്ഥത്തിലും എൻ്റെ പാതിയാക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ മാളൂ. നീ മാത്രം. അതിന് എനിക്ക് സമയം തരണം. അവൻ പറഞ്ഞതും അവൾ നിറഞ്ഞ സന്തോഷത്തോടെ അവനെ നോക്കി. അവളുടെ മുഖം കണ്ട് അവൻ അത്ഭുതത്തോടെയാണ് അവളെ നോക്കിയത്. അവള് പെട്ടെന്ന് അവന്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. അവൻ നിറഞ്ഞ കണ്ണോടെ അവളെ നോക്കി. ഗായോച്ചിയെ ഉണ്ണിയേട്ടന് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. എനിക്കറിയാത്. മറക്കുകയും വേണ്ട. പക്ഷേ ഈ ജന്മം എനിക്ക് വേണട്ടോ എൻ്റെ ഉണ്ണിയേട്ടനെ. മാളു ഇനിയും കാത്തിരുന്നോളാം ഉണ്ണിയേട്ടാ. ഇത്രയും കാലം ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ കാത്തിരുന്നില്ലേ? ഇപ്പോ എനിക്ക് പ്രതീക്ഷയുണ്ടല്ലോ. അതുകൊണ്ട് മാളു ഇനിയും കാത്തിരിക്കും സന്തോഷത്തോടെ. അവള് നിറഞ്ഞ കണ്ണോടെ പ്രണയത്തോടെ അവനോട് പറഞ്ഞു. ഈ ജന്മവും ഇനിയുള്ള ജന്മം എല്ലാം ഞാൻ നിന്റെ മാത്രമായിരിക്കും മാളു. അടുത്ത ജന്മം ഉണ്ണിയേട്ടനടുത്തേക്ക് കുറച്ചുകൂടെ നേരത്തെ വരണം കേട്ടോ നീ.
അവൻ പറഞ്ഞതും അവൾ തേങ്ങലോടെ മൂളി. അവൾ തലയുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താടാ? അവൻ ചോദിച്ചു. ഞാൻ താഴത്തെ റൂമിൽ കിടക്കാം ഉണ്ണിയേട്ടാ. ഉണ്ണിയേട്ടൻ എന്നെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുമ്പോൾ ഞാൻ ഇവിടേക്ക് പറ്റില്ല. അവൾ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാം മാളു, നീ എൻ്റെ ഭാര്യയാണെന്ന്. നിന്നെ ഞാൻ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല മാളു. അവനിൽ കുറുമ്പ് നിറഞ്ഞു. പിന്നെ? മാളു നെറ്റിച്ചുളിച്ചു. അത് കണ്ട് അവനൊന്ന് ചിരിച്ചു. എടി പെണ്ണെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം മനസ്സുകൊണ്ട് മാത്രമല്ല, അത് ശരീരം കൊണ്ട് കൂടിയാ. അതിന് എനിക്ക് സമയം വേണമെന്നാ ഞാൻ പറഞ്ഞേ. അവൻ കള്ളച്ചിരിയോടെ പറഞ്ഞതും മാളു അവനെ മിഴിച്ചു നോക്കി. എന്താ മാളൂട്ട? അത് കണ്ട് അവൻ ചിരിയൊതുക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, ഒന്നുമില്ല. ആകെ ചുവന്നുകൊണ്ട് അവൾ പറഞ്ഞു നിർത്തുമ്പോൾ ആ പെണ്ണിൻ്റെ അങ്ങനെയൊരു ഭാവത്തിലും ആ നോട്ടത്തിലും അവളോടുള്ള ഇഷ്ടം കൂടിപ്പോയവന്. അടുത്ത നിമിഷം അവളുടെ കവിൾ കുഴിഞ്ഞു പോവും വിധം അവൻ അവിടെ ചുണ്ടമർത്തിയതും പിടച്ചിലും പ്രണയവുമെല്ലാം കൂടെ അവനെ വരിഞ്ഞു മുറുക്കി പണ്ടത്തെ പോലെ ചുംബനങ്ങൾ കൊണ്ട് മൂടാൻ കൊതി തോന്നിപ്പോയി മാളുവിന്. പക്ഷേ അന്നത്തെ പോലെയല്ല ഇന്ന് ഉണ്ണിയേട്ടൻ, അവളുടെ മനസ്സ് പറഞ്ഞു. അല്ല, അന്നത്തെ പോലെ തന്നെയാ. അതിനേക്കാൾ കുറുമ്പ് കൂടുതലാ ഈ ഉണ്ണിയേട്ടന്. അവൾ ചിരിയോടെ മുഖം മറുവശത്തേക്ക് വെച്ച് കിടന്നുപോയി. ഇങ്ങനെ ഒരു പുലരി അവൾ സ്വപ്നം കണ്ടിരുന്നെങ്കിലും നടക്കുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ ഇന്ന് അതും. ഹൃദയം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു പോകുന്ന അവസ്ഥ. ഇത് മതി, ഇത്രയും മതി മാളൂന്. ഇത്രേ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ ഒരുവനോടുള്ള പ്രണയം മാത്രം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് മാളു ചിരിയോടെ കിടന്നു. വാതിലിൽ ആരോ തട്ടുന്നത് കേട്ടാണ് മാളുവും വിനോദും അങ്ങോട്ട് നോക്കിയത്. ഞാൻ പോയി നോക്കാം, വിനോദ് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് എഴുന്നേറ്റു. മാളു അവൻ്റെ കൂടെ ബെഡിൽ എഴുന്നേറ്റിരുന്നു. അവൾ അഴിഞ്ഞു വീണ തലമുടി വാരിക്കെട്ടി വെക്കുമ്പോഴേക്കും വിനോദ് പോയി ഡോറ് തുറന്നു. സുമതിയായിരുന്നു. എന്താ ചേച്ചി? അവരെ കണ്ടതും വിനോദ് സംശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും മാളു അങ്ങോട്ട് വന്നിരുന്നു. അവരെ രണ്ടുപേരെ ഒരുമിച്ച് കണ്ടതുകൊണ്ട് സുമതിയുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷമാണ്. ഞാൻ മോളുടെ ഡ്രസ്സ് കൊണ്ടുതരാൻ വന്നതാ. മോള് രാവിലെ കുളിച്ചിട്ടല്ലേ പുറത്തേക്ക് വരാറുള്ളൂ. അപ്പോൾ ദേവിക ചേച്ചി പറഞ്ഞു മോളുടെ ബ്രഷും ഡ്രസ്സും കൊണ്ടുവന്ന് തരാൻ. സുമതി പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ വസ്ത്രം നീട്ടി. മാളു പുഞ്ചിരിയോടെ അത് വാങ്ങി. ഞാൻ ശല്യം ചെയ്തോ? ഞാൻ വിളിച്ചപ്പോഴാണോ രണ്ടാളും ഉണർന്നേ? സുമതി ജാളിതയോടെ ചോദിച്ചു. മറുപടിയായി വിനോദൊന്ന് പുഞ്ചിരിച്ചു. ഇല്ല സുമതിയേച്ചി, ഞങ്ങൾ ഉണർന്നിട്ട് കുറച്ച് സമയമായി. മാളു ഡ്രസ്സില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞിരിക്കുകയായിരുന്നു. വിനോദ് ചിരിയോടെ പറഞ്ഞുകൊണ്ട് മാളുവിനെ പാളി നോക്കി. മാളു എപ്പോ എന്ന പോലെ അവനെ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ആ, അപ്പോൾ ഞാനിപ്പോൾ വന്നത് നന്നായില്ലേ? ഞാൻ നിങ്ങളുടെ ഉറക്കം തടസ്സപ്പെടുത്തിയെന്ന് കരുതിപ്പോയി. അവർ പറഞ്ഞുകൊണ്ട് മാളുവിനെ നോക്കി. അവിടെ നിറഞ്ഞ ചിരിയാണ്. സുമതി അവളെ നോക്കി മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. എന്നാ മക്കൾ രണ്ടാളും കുളി കഴിഞ്ഞ് താഴേക്ക് വരൂട്ടോ. അവിടെ കല്യാണി വന്നിട്ടുണ്ട്. ആ, വന്നോ? വിനോദിന്റെ ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം കലർന്നു. വന്നു. ദേവിക ചേച്ചി ഹരിക്കുഞ്ഞ് ഇന്നലെ പറഞ്ഞതുകൊണ്ട് അവരെ പോയി വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ ഇന്നലെ ഗൗരിമോളെയും കൂട്ടി മാള് വീട്ടിലേക്ക് പോയതിന് കല്യാണി ഇങ്ങോട്ട് വഴക്കിടാൻ വന്നേ. അവരുടെ ശബ്ദത്തിൽ അമർഷം കലർന്നു. അപ്പച്ചി അറിഞ്ഞിരുന്നില്ലേ അപ്പോൾ ഗൗരി അങ്ങോട്ട് പോയത്? വിനോദ് മാളുവിനെ നോക്കി ചോദിച്ചു. അവള് വിളിച്ചു പറഞ്ഞിരുന്നു. പിന്നെ എന്തു പറ്റിയാവോ? മാളു ടെൻഷനോടെ ചോദിച്ചു. അത് തന്നെ അവിടെ ഗൗരിമോളും കല്യാണിയോട് ചോദിക്കുന്നേ. വെറുതെ വഴക്കിടാൻ വന്നേക്കാം മക്കളെ, സുമതി പറഞ്ഞു. സുമതിയേച്ചി ചെല്ല്, ഞങ്ങൾ വന്നേക്കാം, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ശരി കുഞ്ഞെ, അവർ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു. ഹരി എഴുന്നേറ്റോ? പെട്ടെന്ന് ഓർത്തതുപോലെ അവൻ വിളിച്ചു ചോദിച്ചു. സുമതി തിരിഞ്ഞു നോക്കി. ഇല്ല, ഹരിക്കുഞ്ഞും ചിന്നുമോളും ഉണർന്നിട്ടില്ല. ബാക്കി എല്ലാവരും ഉണ്ടവിടെ. ശരി, അവൻ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അവരെ ഒന്നുകൂടി നോക്കി സുമതി താഴേക്ക് ഇറങ്ങി. മാളു വിനോദിനെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഡോറ് ലോക്കാക്കി ഡ്രസ്സെല്ലാം ബെഡിലേക്കിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നു. വിനോദ് ജനവാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നോക്കി എന്തോ ചിന്തയിലാണ്. ഉണ്ണിയേട്ടാ, വിനോദിൻ്റെ അടുത്ത് വന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൾ വിളിച്ചു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ. എന്താടാ? അവളുടെ മുഖം കണ്ട് അവൻ സംശയത്തോടെ ചോദിച്ചു. അത് ഉണ്ണിയേട്ടാ, അപ്പച്ചിയോട് ഗൗരിയുടെ കാര്യമൊന്നും പറയണ്ട കേട്ടോ, പാവല്ലേ? അത്രയും സങ്കടത്തോടെ മാളു ചോദിച്ചു. എങ്ങനെയാ മാളു നിന്നെ ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ ശ്രമിച്ചിട്ടും അവളോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നേ? അവൻ അവളുടെ തലയിൽ തലോടി സ്നേഹത്തോടെ ചോദിച്ചു. അവളൊന്ന് നിശ്വസിച്ചു.
അറിയില്ല, എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല, അവൾ പതിയെ പറഞ്ഞു. അതെന്താ? അവൻ മറ്റെങ്ങോട്ടോ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്ക് ആരെയും വെറുക്കാൻ കഴിയില്ല എന്നാ ഞാൻ കരുതിയത് ഉണ്ണിയേട്ടാ. പക്ഷേ ഇന്ദ്രേട്ടനെ അമ്മാവനെ ഇപ്പൊ ഞാൻ ഒരുപാട് വെറുക്കുന്നുണ്ട്. അതിനേക്കാൾ മുന്നേ ഗൗരിയോടും കല്യാണിയപ്പച്ചിയോടും എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു. അവൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു. അതെന്തു പറ്റി? വിനോദ് സംശയത്തോടെ അവളെ നോക്കി ചോദിച്ചു. അവൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി. പറയ്, അവൻ പറഞ്ഞു. ഉണ്ണിയേട്ടന് വയ്യാതിരുന്നപ്പോ എൻ്റെ ഉണ്ണിയേട്ടനെ അവര് ഭ്രാന്താന്ന് വിളിച്ചിരുന്നു അത്രേ. പിന്നെ ഉണ്ണിയേട്ടനെ വേദനിപ്പിക്കാൻ നോക്കിയിട്ടുണ്ട്. എന്നെയും എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അതിന് അന്ന് ഉണ്ണിയേട്ടൻ അപ്പച്ചിക്കും ഗൗരിക്കും കണക്കിന് കൊടുത്തിരുന്നു. ആദ്യം സങ്കടത്തോടെയും അവസാനമായപ്പോഴേക്കും കുറുമ്പോടെയും അവള് പറഞ്ഞു. വിനോദ് കുസൃതിയോടെ അവളുടെ തലയിലൊന്ന് തട്ടി. അവർക്കിട്ട് ഞാൻ കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താ അവളുടെ ഒരു കിണി? അവൻ കുസൃതിയോടെ പറഞ്ഞു. അവള് ചിരിച്ചു. ഉണ്ണിയേട്ടന് അതൊക്കെ ഓർമ്മയുണ്ടോ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. ഇല്ലടാ, ഒന്നും എനിക്ക് ഓർമ്മയില്ല. അവളുടെ ചുണ്ട് കൂർത്തുപോയി. അതെന്താ അങ്ങനെ? ഒന്നും ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഉണ്ണിയേട്ടന് എന്നെ മാത്രം ഇങ്ങനെ ഓർമ്മ കിട്ടിയേ? അവള് ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി. പറയണോ? പറയണോ ഞാൻ എനിക്ക് എൻ്റെ മാളൂനെ എങ്ങനെ ഓർമ്മ കിട്ടിയതെന്ന്? അവൻ ചിരിയോടെ ചോദിച്ചു. പറയ്. അവളിൽ ആകാംക്ഷ. അവൻ അത് കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു. പറയാ, പക്ഷേ ഇപ്പോഴല്ല, പറയാ ഞാൻ, അവൻ കുറുമ്പോടെ പറഞ്ഞു. ഉണ്ണിയേട്ടാ പറയ്. അവൾ ചിണുങ്ങി. പറയാട്ടോ, ഇപ്പൊ വേണ്ട. അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവള് പിന്നെ അവനെ നിർബന്ധിച്ചില്ല. അവൾ മൂളി. മാളു, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ, അവൻ ചോദിച്ചു. അവളുടെ ചുണ്ടിലെ പുഞ്ചിരി പെട്ടെന്ന് മായുന്നതിനോടൊപ്പം അവളുടെ മുഖവും മങ്ങുന്നത് കണ്ട് അവൻ സംശയത്തോടെ നോക്കി. ഉണ്ണിയേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞൂന്ന് ഉണ്ണിയേട്ടൻ തന്നെ എന്നോട് പറഞ്ഞേ. അന്ന് എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. പക്ഷെ ഉണ്ണിയേട്ടൻ്റെ അസുഖം മാറുന്നതിന് മുന്നേ അവൾ എന്നോട് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ചിന്നു അവളോട് അടുക്കാൻ എന്നെ അനുവദിച്ചിരുന്നില്ല. ചിന്നുവിന് ഗൗരി അത്ര വിശ്വാസം പോരായിരുന്നു. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖത്ത് ഗൗരവമാണ്. എല്ലാം ഇന്ദ്രേട്ടന് എന്നെ കൊടുക്കാനുള്ള അടവായിരുന്നു എന്ന് ഇന്നലെ എനിക്ക് മനസ്സിലായേ. പക്ഷേ ഉണ്ണിയേട്ടാ, ഗൗരി അവളൊരു പെണ്ണല്ലേ. അവൾക്ക് എങ്ങനെ എന്നോട് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹവും ഞാൻ അവൾക്ക് ചെയ്തിട്ടില്ലല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വിനോദ് അവളുടെ പുറത്ത് സ്നേഹത്തോടെ തലോടി. അവൾ കണ്ണുകൾ അവൻ്റെ നെഞ്ചിൽ തന്നെ തുടച്ചു. പക്ഷേ എന്നെ ദ്രോഹിക്കാൻ നോക്കിയിട്ട് അവസാനം അവൾക്ക് എന്നെ ശിക്ഷ കിട്ടിയല്ലോ. അവൾ ചെയ്തതെല്ലാം തെറ്റായിരുന്നു ഉണ്ണിയേട്ടാ. അന്ന് ഗൗരിയെ വിശ്വസിച്ച് ഞാൻ അവളുടെ ഒപ്പം പോയിരുന്നെങ്കിൽ ഞാനോ വരുന്നില്ലേ അന്ന് ഇന്ദ്രേട്ടൻ്റെ കൂടെ? ആ ചിന്തയിൽ പോലും അവളുടെ ശരീരം ഒന്ന് വിറച്ചു. വിനോദും അപ്പോൾ അതുതന്നെയാണ് ചിന്തിച്ചിരുന്നത്. അവൾക്കുള്ളിൽ ഒരു നല്ല കുട്ടിയുണ്ട് ഉണ്ണിയേട്ടാ. അവൾ സ്വയം പോയി ചതിക്കുഴിയിൽ വീണതാണെങ്കിലും അതിനുശേഷം അവൾ എന്നെ സഹായിക്കാനല്ലേ നോക്കിയേ. അതുകൊണ്ടല്ലേ ഇന്നലെ എന്നെ രക്ഷിക്കാൻ അവള്. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയിരുന്നു. വിനോദിന്റെ കണ്ണുകളും നിറഞ്ഞുപോയി. വേണ്ട ഉണ്ണിയേട്ടാ, ഇനി അവളെ സങ്കടപ്പെടുത്തല്ലേ. അവൾക്കൊരു തെറ്റുപറ്റി. നമ്മളല്ലേ ഉള്ളൂ അവൾക്ക്. നമുക്ക് ക്ഷമിക്കാം. മാളു ഇടറുന്ന സ്വരത്തോടെ പറഞ്ഞു. അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ അവളുടെ കവിളിലേക്ക് പതിച്ചു. മാളു പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും അകന്ന് അവനെ നോക്കി. ഉണ്ണിയേട്ടാ. അവന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അവൾ സങ്കടത്തോടെ വിളിച്ചു. ഇല്ലടാ, മോള് സങ്കടപ്പെടണ്ട. പോയി കുളിക്ക്. എന്നിട്ട് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് താഴേക്ക് പോവാം, അവൻ സ്നേഹത്തോടെ പറഞ്ഞു. അവൾ തല കുലുക്കിക്കൊണ്ട് ബെഡിൽ നിന്നും ഡ്രസ്സുകളും മറ്റും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. വിനോദ് ജനലഴികളിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിന്നു. അവന്റെ മനസ്സിൽ മുഴുവൻ ഗൗരിയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. അതിന്റെ ഫലമെന്നോണം അവന്റെ കണ്ണുകൾ വീണ്ടും കലങ്ങി. തുടരും.